I think Homebound is actually a filmmaking masterclass. And throughout the movie, ഇമോഷണലി ഇൻറ്റൻസ് ആയ പല സീനുകളും ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന കാസ്റ്റിസം, ഇസ്ലാമോഫോബിയ, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, കോവിഡ് സമയത്ത് സാധാരണക്കാർക്ക് നേരിടേണ്ടി വന്ന സ്ട്രഗിൾസ് തുടങ്ങിയ റെലവൻ്റ് ആയ വ്യത്യസ്ത ടോപ്പിക്കുകൾ വെറും 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ മൂവിയിലൂടെ ഡയറക്ടർ നീരജ് ഗൈവാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹോംബൗണ്ടിൻ്റെ പ്ലോട്ട് തനിക്ക് ലഭിക്കുന്നത് ബുഷ്രത്ത് പീർ എന്ന ജേർണലിസ്റ്റ് ന്യൂയോർക്ക് ടൈംസിൽ 2020 പ്രസിദ്ധീകരിച്ച ടേക്കിംഗ് അമൃത് ഹോം എന്ന ആർട്ടിക്കിളിൽ നിന്നാണ് എന്ന് നീരജ് ഗൈവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആർട്ടിക്കിളിൽ 2 സുഹൃത്തുക്കളും കുടിയേറ്റ തൊഴിലാളികളുമായ മുഹമ്മദ് സയ്യൂബും അമൃത് കുമാറും ലോക്ക്ഡൗൺ സമയത്ത് തിരിച്ച് വീട്ടിലെത്താൻ നടത്തിയ യാത്രയുടെ ദുരനുഭവങ്ങളും പാതി വഴിയെ അസുഖബാധിതനായി മരണപ്പെടുന്ന അമൃത് കുമാറിനെ കുറിച്ചും ലോക്ക്ഡൗൺ സമയത്ത് ഈ സെയിം അവസ്ഥ നേരിട്ട ഒട്ടനവധി കുടിയേറ്റ തൊഴിലാളികളെയും കുറിച്ചാണ്. 2025 ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രിയായി ആദ്യ 15 ഫിലിംസിൽ ഹോംബൗണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഫൈനൽ 5 നോമിനീസിൽ സ്ഥാനം പിടിക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ഇന്ത്യൻ മൂവി തന്നെയാണ് ഹോംബൗണ്ട്.